തട്ടിപ്പിന്റെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു കൊണ്ടുവരേണ്ടത് പോലീസിന്റെ മുന്നിൽ വലിയ ദൗത്യമാണുള്ളത്. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും പോലീസ് മാറ്റി നിർത്തരുത്. തട്ടിപ്പിന്റെ പല പല രൂപങ്ങൾ കണ്ട് അമ്പരന്ന് നിൽക്കുന്ന നാട്ടിലാണ് പാതിവില തട്ടിപ്പെന്ന പുതിയ അവതാരത്തിന്റെ ഞെട്ടിക്കുന്ന കഥകൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടന്ന തട്ടിപ്പിൽ എത്ര ആളുകളാണ് ഇരകളായിട്ടുള്ളത്? എത്രയോ കോടികളാണ് തട്ടിയെടുത്തിട്ടുള്ളത്. 1000 കോടി രൂപ വരെ തട്ടിയെടുത്തെന്നാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരം. കൂടുതൽ കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും തട്ടിപ്പിന്റെ വ്യാപ്തിയും കൂടിയേക്കും. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് ഇതെന്ന് നിസ്സംശയം പറയാം. സമൂഹത്തിൽ സ്വാധീനമുള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെ സഹായത്തോടെയാണ് ഈ തട്ടിപ്പെല്ലാം അരങ്ങേറിയത് എന്ന ആരോപണം ഉയരുമ്പോൾ അത് ഉയർത്തുന്ന ആശങ്ക ഒട്ടും ചെറുതല്ല. രാഷ്ട്രീയ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് തട്ടിപ്പിന് കൂട്ടുനിന്നതാവണമെന്നില്ല. അങ്ങനെയായാലും അവരുടെ സഹായം തട്ടിപ്പ് നടത്താൻ എളുപ്പമായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. തട്ടിപ്പിനിറക്കുന്നവർക്കെല്ലാം വളക്കൂറുള്ള മണ്ണാണ് ഇപ്പോഴും നമ്മുടെ നാടെന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ആട്, തേക്ക്, മാഞ്ചിയം തട്ടിപ്പ് മുതൽ എത്രയെത്ര കബളിപ്പുകൾക്ക് തലവെച്ചു കൊടുത്തു കഴിഞ്ഞു മലയാളികൾ എന്നോർക്കണം. പല കാര്യങ്ങളിലും രാജ്യത്തിന് മാതൃകയാകുന്ന നമുക്ക് സാമ്പത്തിക തട്ടിപ്പുകളിൽ പെടാതിരിക്കാനുള്ള ജാഗ്രതയിൽ ഇപ്പോഴും കുറവുണ്ട്. സമീപകാലത്ത് വലിയ തോതിലുള്ള സൈബർ തട്ടിപ്പുകളിലും മലയാളികൾ വീണുപോകുന്നുണ്ട്. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പുകൾ നടന്ന വർഷമായിരുന്നു 2024. ജനങ്ങളെ തട്ടിപ്പിന് ഇരയാക്കുന്നവർ പിന്നീട് ഒരു കാലത്തും അതിനു മെനക്കെടാതിരിക്കാൻ തക്കവണ്ണ ശിക്ഷ ഉറപ്പാക്കാൻ കഴിയാതെ പോകുന്നതാണ് തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതിന് കാരണമെന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഇത്രയാളുകളെ കബളിപ്പിച്ച കോടികൾ സ്വന്തമാക്കിയ പാതിവില തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ അനന്തുകൃഷ്ണന് 26 വയസ്സു മാത്രം പ്രായമുള്ളയാളാണ് എന്നതും ഓർക്കണം. 2022 മുതൽ ഇയാൾ ഈ തട്ടിപ്പ് നടത്തുന്നുവെന്നാണ് പറയുന്നത്. ഇത്ര കാലവും പിടിക്കപ്പെടാതെ കൂളായി ബിസിനസ് നടത്താൻ ഇയാൾക്ക് കഴിഞ്ഞു. സ്കൂട്ടറുകളും തയ്യൽ മെഷീനും ഗൃഹോപകരണങ്ങളും ലാപ്ടോപ്പുമൊക്കെ പകുതി വിലക്ക് നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ ആളുകളുടെ പണം തട്ടിയെടുത്തത്. രാഷ്ട്രീയ ബന്ധങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് അനന്തുവിന് അറിയാമായിരുന്നു. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും പോലീസ് മാറ്റി നിർത്തരുത്.